അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ സപ്പോർട്ടൊക്കെ എല്ലാവർക്കും അറിയാം. വെറുതെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് വീഡിയോ എടുത്തിടുന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ആദ്യം കുറേ പൂക്കൾ വന്നിട്ട് എല്ലാം പൊഴിഞ്ഞു പോയി. പക്ഷേ ഇപ്പോൾ 1-2 പേര് നന്നായിട്ട് വരുന്നുണ്ട്. അതാ ഇവിടെ ഒരു വലിയ കണ്ടോ, ഇവിടെ ഒരു വലിയ സപ്പോർട്ട് നിൽപ്പുണ്ട് കണ്ടോ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കാഴ്ച നിൽപ്പുണ്ട്. പക്ഷെ നിറയെ പൂക്കുന്നുണ്ട്. എല്ലാം കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ, സൂപ്പറല്ലേ നമ്മുടെ സപ്പോർട്ട്. നന്നായിട്ട് നല്ല കവരം വീശി വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ദേവദാരുവാണിത്. ദേവദാരു ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുള്ള ദേവദാരു. നല്ല മണമാണ് അതിൻ്റെ. എല്ലാം മണപ്പിക്കാനായിട്ട് നമ്മുടെ ദേവദാരു. അപ്പോൾ ഞാനൊരു ചെടി നഴ്സറിയിൽ നിന്ന് ദേവദാരുവാണെന്ന് പറഞ്ഞപ്പോൾ അത് ബൈബിളിലൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് വാങ്ങി നട്ടതാണ്. നമ്മുടെ റോസ കണ്ടോ, പൂവൊക്കെ വാടിപ്പോയി. അപ്പോൾ ഇത് നമ്മുടെ ചതുരപ്പയറാണ്. നമ്മളിങ്ങനെ ചാമ്പയിലായിട്ട് പടർത്തി പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. ചതുരപ്പയർ അറിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ നല്ല ടേസ്റ്റിയായിട്ട് തോരൻ വയ്ക്കുന്ന ഒരു സാധനമാണ് കണ്ടോ. നമ്മൾ നന്നായിട്ട് വല കെട്ടി അതിന് പന്തലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ജാമ്പയിലാണ് നമ്മൾ പടർത്തി വയ്ക്കുന്നത്. കണ്ടോ, അയ്യോടാ വാടിപ്പോയി, റോസ വാടിപ്പോയുമ്പോൾ അതിനങ്ങ് വെട്ടി കൊടുത്തിട്ട് പുതിയ തുളർപ്പൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടോ, എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പൂക്കളൊക്കെ വന്നു, സുന്ദരിയായിട്ടുള്ള വെള്ളപ്പൂക്കളൊക്കെ വന്നു. ഇതാണ് നമ്മുടെ റോസ്മേരി. സ്ത്രീകളുടെ പ്രിയപ്പെട്ട ചെടി ആയതുകൊണ്ടായിരിക്കണം. അതാ ചെടി നഴ്സറിയിൽ അദ്ദേഹം കണ്ടപ്പോഴേ പറഞ്ഞു റോസ്മേരി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങി നട്ടതാണ്. നല്ല വളമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് പൊടിച്ച് വന്നിട്ട് വേണം ഇവിടെ ഒന്ന് നന്നായിട്ട് ഉപയോഗിക്കാൻ. അപ്പോൾ അതൊക്കെയാണ് ഫ്രണ്ട്സ്. പിന്നെ വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട്. ഒരു മുരിങ്ങ വാങ്ങി നട്ടിട്ടുണ്ട് കണ്ടോ. വെണ്ടത്തൈ കാണിച്ചു തരാം. വെണ്ട പൊടിച്ചു വരുന്നതേ ഉള്ളൂ കണ്ടോ. വെണ്ട പൊടിച്ചു വരുന്നതേ ഉള്ളൂ. കുഞ്ഞു കായ്കൾ വന്നു. പക്ഷേ ഇതത്ര ശാശ്വതമല്ല ഈ കായ്കൾ. വെണ്ടയ്ക്ക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. ബൈ.